അസ്സലാമലൈക്കും കൂട്ടുകാരെ. പതിവ് പോലെ തന്നെ കട വന്ന് തുറന്നു. രാവിലെ എൻ്റെ ഡ്യൂട്ടി ഞാൻ ഏറ്റെടുത്തു. ഇനി അവിടെ പുളിയിലയൊക്കെ നിറച്ച് കിടന്നു. അപ്പോൾ നമ്മുടെ വീട് പോലെ തന്നെയല്ലേ കടയും. എല്ലാം ഇരിക്കുന്നിടം വൃത്തിയാക്കുക, എല്ലാം വൃത്തിയൊക്കെ ആക്കി ഇനി അടുത്ത ജോലിയിലോട്ട് ഞാൻ കിടക്കാൻ പോവുകയാണ്. രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞ് തിരക്കൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പം ഞാൻ നന്നാരി സർബത്ത് കാച്ചിക്കൊണ്ട് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കുപ്പിയിലൊക്കെ ഒഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുപ്പിയിൽ ചോർപ്പൊക്കെ വെച്ചിട്ട് ഒഴിക്കുകയാണ്. 2-3 കുപ്പി നിറയ്ക്കാനുള്ളതുണ്ട്. അങ്ങനെ സൂക്ഷ്മതയൊക്കെ അവിടെ നിറച്ചില്ലെങ്കിൽ തീർന്ന് കൈവിട്ട കാര്യമാണ്. നമ്മുടെ പൈസ ഒക്കെ പോകും, താഴെ വീണ് കഴിഞ്ഞാൽ എല്ലാം പോകും. അത് നല്ലവണ്ണം മുറുക്കിയൊക്കെ അടയ്ക്കണം, ഉറുമ്പൊക്കെ വരും. അപ്പോൾ നമ്മുടെ നന്നാരി സർബത്താണ് ഈ കുപ്പിയിൽ. ഞാൻ കുപ്പിയിലും വിൽക്കാറുണ്ട് ആവശ്യക്കാർക്ക്. അപ്പോൾ വേണ്ടവർ വരിക. പിന്നെ ഇത് നന്നാരി സർബത്ത് എന്ന് പറഞ്ഞാൽ ഒരു വേരാണ്, നമ്മുടെ പച്ചമരുന്ന് കടയിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അത് മേടിച്ച് നല്ലതുപോലെ പൊടിച്ച് ഏലക്കായും ഒക്കെ ഇട്ട് കാച്ചുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇത് നല്ല ഒരു ഔഷധം കൂടിയാണ്, വയറിനൊക്കെ നല്ലതാണ്, നല്ല ടേസ്റ്റിയുമാണ്. ചിലർക്ക് നന്നാരി സർബത്ത് മാത്രം മതി കടയിൽ വന്നാൽ, സാദാ സർബത്ത് വേണ്ട, നന്നാരി സർബത്തെ അവർ കുടിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് നിറച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു കൂട്ടർ വന്ന് സർബത്ത് കുടിച്ചിട്ട് പോയി. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. അപ്പം നന്നാരി സർബത്തിൻ്റെ കഥയായിരുന്നു ഇന്ന്. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും.